പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് തക്കാളിയൊക്കെ ചേർത്ത് ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇടത്തരം വലിപ്പമുള്ള 2 തക്കാളി, കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി തുടങ്ങിയവയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിച്ചു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, ചെറിയ ഉള്ളി തുടങ്ങിയവയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരണം. ആ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ചേർത്ത് മീൻകറിക്കകത്ത് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്കാണെങ്കിൽ തക്കാളി ചേർത്ത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ തക്കാളിയും കുറച്ച് ചാറും കൂടെ കൂട്ടി ചോറ് കഴിക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ലേശം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം. ഒരുപാട് തീ കൂട്ടിയാൽ കരിഞ്ഞു പോകും. അങ്ങനെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അടിയിലൊന്നും പിടിക്കരുത്. ഇത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് കുറച്ച് കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് മീൻ വേകാൻ പാകത്തിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എപ്പോഴും കുറച്ചിടണം. ലാസ്റ്റിൽ കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണല്ലോ. എപ്പോഴും ഒരുപാട് ഇട്ടാൽ പിന്നെ കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു പാത്രം അടച്ചു വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തിള വരണം. മീൻചാറ് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മീൻ പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. വൃത്തിയാക്കി വെച്ച മീൻ ചെറിയ അയിലക്കണ്ണൻ മീനാണ്. ഇത് 2ആയിട്ട് മുറിക്കുന്നില്ല. ചെറിയതായതുകൊണ്ട് ഒന്നായിട്ടങ്ങ് ഇടുകയാണ്. ഇതെല്ലാം കൂടെ പെറുക്കിയിട്ട് കൊടുക്കണം. മീൻ ഇട്ടതിന് ശേഷം സ്പൂണ് കൊണ്ടൊരിക്കലും ഇളക്കരുത്. ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ പൊള്ളാതെ കറക്കിയെടുത്താൽ മതി. അപ്പോഴതിൻ്റെ മുളകും എല്ലാം മല്ലിയും ചേരുവകളെല്ലാം മീനയിലൊക്കെ പിടിക്കും. അതിനുശേഷം ഒരു പാത്രം വെച്ച് അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. എത്രയാണോ പരുവത്തിന് ചാറ് അതിനനുസരിച്ച് വറ്റിച്ചെടുക്കണം. ഇതൊരു പാത്രം വെച്ച് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. മീൻ നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നുണ്ട്. ലാസ്റ്റിൽ വാങ്ങുമ്പോൾ ആവശ്യമാണെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും. ഞാൻ എണ്ണയുടെ ഉപയോഗം പരമാവധി കുറച്ചതുകൊണ്ട് എണ്ണ വീണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ കറിവേപ്പില ഇല്ലായിരുന്നത് കൊണ്ടാണ് ചേർക്കാഞ്ഞത്. അപ്പോൾ ഇന്ന് കുറച്ച് ചേന പുഴുങ്ങിയതും മീൻ മുളകിട്ടതും അത് ഇന്നത്തെ സ്പെഷ്യൽ.